ഹലോ എവരി വൺ, വെൽക്കം ടു ജയസ് എഡ്യൂക്കേഷൻ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യാവഹാരിക പ്രോക്തി കോൻ ഹെ. വ്യാവഹാരിക പ്രോക്തി കോൻ ഹെ. ഓപ്ഷൻസ് നോക്കാം. എ നിബന്ധ്, ബി നാരാഗീത്, സി ആസ്വാദൻ ടിപ്പണി, ഡി യാത്രാ വിവരൺ. ഇവിടെ പ്രോക്തി എന്താണെന്ന് വെച്ചാൽ വാക്യത്തിനേക്കാളും വലുത്, അത് വാക്യങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് പ്രോക്തി എന്ന് പറയുന്നത്. വാക്യക്കോ സമുച്ചയ കോ ഹം പ്രോക്തി कहते हैं. വാക്യക്കോ സമുച്ചയ കോ ഹം പ്രോക്തി कहते हैं. പ്രായോഗികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോക്തി വ്യാവഹാരികാണ്. അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോക്തി അത് ഏതാണെന്ന് വെച്ചാൽ നാരാഗീതാണ്. അപ്പം നാരാഗീത് എന്താന്ന് വെച്ചാൽ മുദ്രാവാക്യമാണ്. അപ്പോൾ ഓപ്ഷൻ ബി നാരാഗീതാണ് ആൻസർ. नेक्स्ट क्वेश्चन നോക്കാം. छात्रों की रचनाओं का संशोधन करने का उद्देश्य है. എന്താണ് ഓപ്ഷൻസ് നോക്കാം. ये छात्रों को अपनी गलतियों के बारे में जानने का अवसर मिला. ऑप्शन बी, छात्रों को अपनी गलतियों को सुधारने का अवसर मिला. ऑप्शन सी, छात्रों को अधिकाधिक अभ्यास करने का अवसर मिले. डी उपर्युक्त सभी. അപ്പം എന്താണ് സംശോധന? സംശോധന എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുക. അപ്പം ഓപ്ഷൻസ് നോക്കാം. എ, കുട്ടികൾക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുന്നു ഛാത്രോങ്കോ. അപ്പം ഗലത്തിയോ കെ ബാരേമേ ജാനേ കാ അവസർ മിലെ. ബിയിൽ എന്താ പറയണത്? കുട്ടികൾക്ക് അവരുടെ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ലഭിക്കും. ഛാത്രോങ്കോ അപ്പനെ ഗലത്തിയോ സുധാരണേക്ക അവസരം മില. തെറ്റുകൾ തിരുത്തി എന്താ പറയുക, കറക്റ്റ് ചെയ്യാനുള്ള അത് തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നു. പിന്നെ സി എന്താ പറയണത്? കുട്ടികൾക്ക് എന്താണ് പിന്നെയും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ഛാത്രോങ്കോ അധികാധികം അഭ്യാസ് കർണേക്ക അവസരമില്ല. ഡി ഉപര്യുക്ത സഭി. മുകളിൽ കാണുന്നതെല്ലാം എന്താണ്, മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ്, ശരിയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയാ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ഉപര്യുക്ത സഭിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? कक्षा वातावरण के नियोजन के संबंध में सबसे महत्वपूर्ण कौन सा है? ऑप्शंस നോക്കാം. ये तड़क भड़क दिखाने लायक हो, बी प्रधानाचार्यों को प्रभावित करने लायक हो, सी अधिगम को सुनिश्चित करने लायक हो, डी स्कूल की आमदनी के अनुकूल हो. ഇവിടെ എന്താ പറയണത്? ഒരു ക്ലാസ് റൂമിൻ്റെ ആ ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ നോക്കാം. അപ്പം എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. കുട്ടികളുടെ ലേണിങ് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ചുറ്റുപാടായിരിക്കണം എവിടെ, എന്താണ്, നമ്മുടെ ക്ലാസ്സുകൾ അല്ലേ. അപ്പോൾ അധികം കോ സുനിശ്ചിത് കർണേ ലായക് ഹോ. അപ്പോൾ എന്താണ്, സ്കൂൾക്ക് ആമദനി നോക്കിയിട്ടാണോ, അതോ എന്താ പറയുക, അധ്യാപകനോട് പറഞ്ഞിട്ടുള്ള ആ സ്വാധീനം കൊണ്ടാണോ? അല്ലല്ലോ. കക്ഷാവാതാരണ നിയോജന സംബന്ധമേ സബ്സെ മഹത്വപൂർണ്ണ. ഇതിലേതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, रहीम से पानी पी जाती है, इसका संशोधित रूप क्या है? ऑप्शंस നോക്കാം. ए रहीम ने पानी पी जाती है, बी रहीम से पानी पिया जाता है, सी रहीम ने पानी पिया जाता है, डी रहीम से पानी पी जाता है. അപ്പോൾ നമുക്ക് ഇതിലെന്താണ്, ഇത് ഒരു സെൻറ്റൻസ്, ശരിയായ സെൻറ്റൻസ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇതിലേതാണ് ശരിയായ സെൻറ്റൻസ്? ഇവിടെ സേ വന്നത് കൊണ്ട് പാനി പിയാ ജാത്താ ഹെ എന്നാണ് പറയുക അല്ലെ, എന്നാണ് വരിക. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. റഹീം സെ പാനി പിയാ ജാത്താ ഹെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, बहुविकल्प के प्रश्न किस प्रकार की परीक्षा संबंधित है? आंसर ऑप्शंस നോക്കാം. ए लघु उत्तर परीक्षा, बी वस्तुनिष्ठ परीक्षा, सी निबंधात्मक परीक्षा, डी इनमें से कोई नहीं. അതായത്
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നത് ഷോർട്ട് ആൻസർ എക്സാം ആണ് അല്ലേ. നെക്സ്റ്റ് ബിയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സിയിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഡിയിൽ ഇൻമെംസ് ഇതിൽ ഏത് അല്ല എന്ന് പറയണത്. അപ്പൊ ആൻസർ ഏതാണ്? വസ്തുനിഷ്ഠ പരീക്ഷ. ഓപ്ഷൻ ബി वस्तुनिष्ठ परीक्षയാണ് കേട്ടോ. नेक्स्ट क्वेश्चन शिक्षण उद्देश्यों के प्राप्ति के स्तर की जांच करने की प्रक्रिया क्या है? ऑप्शन ए मूल्यांकन, बी अधिगम उपलब्धि, सी शिक्षण सामग्री, डी ഭാഷാർജൻ പ്രക്രിയ. ഒരു ടീച്ചർ ആയതിന്റെ ഫലം കിട്ടി, അതായത് ടീച്ചർ ആയതിന്റെ നമ്മൾ എന്താണോ പഠിപ്പിച്ചത് കിട്ടി എന്നുള്ളത് തോന്നുന്ന ഏത് പ്രക്രിയയിലൂടെയാണ് എന്നാണ് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ മൂല്യാങ്കൻ. അതായത് ഇവാലുവേഷൻ. ആൻസർ ഓപ്ഷൻ എ മൂല്യാങ്കൻ. नेक्स्ट क्वेश्चन विशेष मदद चाहने वाले छात्रों को शैक्षिक स्तर ऊपर उठाने के लिए सबसे अनुकूल क्या है? विशेष मदद चाहने वाले छात्रों का शैक्षिक स्तर ऊपर उठाने के लिए सबसे अनुकूल क्या है? ऑप्शन ए अनुकूल कक्षाई प्रक्रियाओं को लागू करना, बी अभिभावकों की सूचित करना, सी अधिकाधिक गृह कार्य देना, डी മൂല്യാങ്കൻ കർക്കെ അങ്ക് ദേന. പ്രത്യേകം ഹെൽപ്പ് ആവശ്യമുള്ള കുട്ടികളുടെ അവരുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഏതാണ് ഇതിൽ യോജിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എ ക്ലാസ്സിൽ അവർക്ക് പഠിക്കാനുള്ള അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരിക, ബി അഭിഭാവകർക്ക് സൂചിതകരണം അതായത് പേരൻസിനോട് പറയുക, സി അധികാധിക ഗൃഹകാര്യ ദേന ഹോംവർക്ക് കൂടുതൽ കൊടുക്കുക, മൂല്യാങ്കൻ കർക്ക് അങ്ക് ദേന ഇവാലുവേഷൻ കഴിഞ്ഞ് മാർക്ക് കൊടുക്കുക. ഇതിലേതാണ് ആൻസർ? എല്ലാവർക്കും അറിയാം എ അനുകൂൽ കക്ഷായ പ്രക്രിയകോ ലാഗു കർണ, അതായത് ക്ലാസ്സിൽ അവർക്ക് പഠിക്കാനുള്ള അനുകൂലമായ കാര്യങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. नेक्स्ट क्वेश्चन रचना शिक्षण का मुख्य उद्देश्य इनमें से क्या है? ऑप्शंस नोക്കാം. ए भाव प्रकाशन की क्षमता का विकास करना, बी स्वरों के आरोह अवरोह पर ध्यान देना, सी स्पष्ट उच्चारण अभ्यास करना, डी उपर्युक्त सभी. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? എഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രചന എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുത്താണ്. എഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിലേതാണെന്നുള്ള ചോദ്യം. അപ്പൊ എന്താണ് ഭാവപ്രകാശൻ കി ക്ഷമതാക്ക വികാസ് കരണം, അതായത് അവരുടെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യാന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ സ്വരോക്കെ ആരോഹ അവരോഹ പർ ധ്യാൻ ദേന, അതായത് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ സ്പഷ്ട ഉച്ചാരൺ അഭ്യാസ് കർണ ചാഹിയെ, അഭ്യാസ് കർണ ചാഹിയെ എന്നൊക്കെ പറയുന്നുണ്ട്. സ്പഷ്ട ഉച്ചാരൺ അഭ്യാസ് കർണ, അതായത് കറക്റ്റ് നല്ല രീതിയിൽ ഉച്ചരിക്കുക, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഉപര്യുക്ത സഭി. അപ്പൊ ഇതിലേതാണ് ആൻസർ? ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഏതാണ്. ഭാവപ്രകാശൻ കി ക്ഷമതാക്ക വികാസ് കർണ, അതായത് അവരുടെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തകൾ ഡെവലപ്പ് ചെയ്യാം. ആ ഒരു ആൻസർ ആണ് കേട്ടോ. नेक्स्ट क्वेश्चन मौन वाचन के संबंध में सही प्रस्ताव कौन सा है? ऑप्शंस नोക്കാം. ये मौन वाचन फुसाहट के साथ होना चाहिए, बी मौन वाचन से पढ़ने की गति धीमे होती है, सी मौन वाचन से स्वाध्याय की आदत का विकास होता है, डी उपर्युक्त सभी. എന്താണ് മൗൻവാചൻ? മൗൻവാചൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് റീഡിങ്, അതായത് മനസ്സിൽ വായിക്കുക. അതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള ഏതായിരിക്കും ശരി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതായത് മൗൻ വാചൻ സെ സ്വാധ്യായക്ക് ആദത്ത് കാ വികാസ് ഹോത്താ ഹെ, അതായത് മൗൻവാചൻ കൊണ്ട് കുട്ടികൾക്ക് സ്വന്തമായി പഠിക്കാനുള്ള സ്വഭാവം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു, സ്വയം പഠിക്കാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടാവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
छात्रों के लेखन संबंधी दोषों के संबंध में सही कारण कौन सा है? यह व्याकरण का पूर्ण ज्ञान न होना, बी संशोधन का अभाव, സി അശുദ്ധ ഉച്ചാരണം കർണ. എന്താണ് ഇവിടെ പറയുന്നത്? കുട്ടികളുടെ എഴുത്തിലെ മിസ്റ്റേക്ക് ശരിയായ കാരണം എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പം അതായത് എഴുത്തിൽ മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. വ്യാകരൺ ക പൂർണ്ണ ജ്ഞാൻ ന ഹോന എന്നാണ്. ഗ്രാമർ ശരിയായിട്ട് കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാവാം. സംശോധൻ ക അഭാവ്, അതായത് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കുറവാവാം. അശുദ്ധ ഉച്ചാരണം കർണ, കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ മാവാം. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ബിയും ആണ് ശരി എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇവിടെ എന്താണ്? എന്താണ്? എയും ബിയും. വ്യാകരൺ ക പൂർണ്ണ ജ്ഞാൻ ന ഹോന, സംശോധൻ ക അഭാവ്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.